കുടുംബങ്ങളെയും സമൂഹത്തെയും വിശ്വാസികളെയും തളച്ചിട്ടേക്കുക. അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചെയ്യാനുള്ളതാ, ഇറങ്ങാനുള്ളതാ. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അനുഗമിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ മക്കള് മിസ്രൈമിന്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് മാറി പുറത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയാ. ഈ ദുഷ്ടപിശാച് നമ്മളെ വർഷങ്ങളായി തടവിലാക്കി പല മേഖലകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി ഒട്ടും പ്രയോജനപ്പെടാൻ പറ്റാതെ നമ്മുടെ ആയുസ് മാത്രം മുന്നോട്ട് പോയിരിക്കുന്ന അവസ്ഥയാണോ? ഇന്ന് അതിന് മാറ്റം വരണം. ദൈവത്തിന് ഹല്ലേലൂയ മാറ്റം വരുത്തുവാൻ പറ്റും. ഹല്ലേലൂയ. യെസ്, ദൈവത്തിന് അതിന്റെ ഉദ്ദേശമുണ്ട്. പക്ഷേ ആദ്യത്തെ പടി അവനെ കേൾക്കണം, ശരിക്കും കേൾക്കണം. ചുട്ട മാംസം നമ്മൾ ഭക്ഷിക്കണം വചനത്തിൽ കൂടെ. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറിയ ബോണ്ടേജ് അല്ല. അങ്ങനെ ചിന്തിക്കരുത്. സാത്താന് അത്ര ശക്തമായിട്ട് കുടുംബങ്ങളെയും സമൂഹത്തെയും വിശ്വാസികളെയും തളച്ചിട്ടേക്കുക. അവിടെ നിന്ന് പൊട്ടിച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചെയ്യാനുള്ളതാ, ഇറങ്ങാനുള്ളതാ. അത് ആത്മീയം മാത്രമല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഭൗതികമായ ഉത്തരവാദിത്തമായിരിക്കാം, ഭൗതികമായ വലിയ അസൈൻമെന്റ് ആയിരിക്കാം. അത് ദൈവത്തിന്റെ ശക്തിയോടെ. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്ന ആസ്പെക്ട് എന്താണെന്നറിയോ? യേശു പറഞ്ഞതാണ്, ഞാൻ സ്വയമായി സംസാരിക്കാതെ പിതാവ് എന്നിൽ വസിച്ചിട്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. അതേപോലെ ഹല്ലേലൂയ. യെസ്, പ്രിയ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ഉള്ളിൽ യേശു വസിച്ചിട്ട് യേശുവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, ആമേൻ. ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതെ, അവന് വിശ്വസിക്കുന്നവൻ, ആമേൻ, ഞാൻ ചെയ്ത പ്രവൃത്തിയെക്കാളും, അതെ ഹല്ലേലൂയ, വലിയ പ്രവൃത്തി ചെയ്യുമെന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതെ ഹല്ലേലൂയ. ആ ഒരു വലിയ അവസ്ഥ നമ്മളെ കൊണ്ട് ചെയ്യണ്ടേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ദുഷ്ടപിശാചിന്റെ ദണ്ഡനവും പീഡനം പിടിച്ച് നമ്മുടെ ഈ ആയുസ് ഇവിടെ തീർന്നാ മതിയോ? ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 11-ാം വാക്യം, അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം, അത് യഹോവയുടെ പെസഹായാകുന്നു. എന്താണ് അർത്ഥം എന്നറിയാവോ? ഹല്ലേലൂയ. അര കെട്ടി. എഫേസ്യ ലേഖനത്തിലൂടെ നേരെ കണക്ട് ചെയ്യുവാണെങ്കിൽ, അരയ്ക്ക് സത്യം കെട്ടി. പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസ ജീവിതത്തിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഊടായ്പ പരിപാടിയൊക്കെ മാറ്റണം. പക്ക സ്ട്രേറ്റ് ഫോർവേഡ് ഇടപാടെ പറ്റുള്ളൂ. ആമേൻ. സത്യം വേണം. ഹല്ലേലൂയ. സംശയം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. ദാവീദ് എന്താ എഴുതിയേക്കുന്നത്? ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നു, 6-ാം വാക്യം, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവം നമ്മളെ പഠിപ്പിക്കുക. അത് സത്യത്തിന് വിരുദ്ധമായ ഒരു പരിപാടിയും പറ്റത്തില്ല. സത്യം അരക്കി കെട്ടണം. സമാധാന സുവിശേഷങ്ങളായ ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. യേശുവിനെ കുറിച്ച് പറയാൻ റെഡിനെസ് വേണം. ഇപ്പൊ ശരിക്കും പറയാം ഇറങ്ങിയിട്ടില്ല ഇവര്. പക്ഷേ ആമേൻ, ഇറങ്ങുന്നതിന് മുമ്പേ പഠിച്ച് മനസ്സിലാക്കണം. ആമേൻ. യേശുവിനെ കുറിച്ച് നമുക്കൊരു മടുപ്പും കൂടാതെ സംസാരിക്കണം. പിന്നെ ഒരു വടിയുണ്ട്, കയ്യിലെടുക്കണം. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ഓരോ വടി, ഓരോ ഗിഫ്റ്റ്, ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഓരോ ടാലന്റ്, ഓരോ തിങ് ഉറപ്പായിട്ടും തരും. മോശയുടെ കയ്യിൽ ഒരു അത്ഭുതത്തിന്റെ വടിയുണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതെ, അല്ലെങ്കിൽ 23-ാം സങ്കീർത്തന വടിയും പോലും ആശ്വസിപ്പിക്കുന്ന ഒരു വടിയുണ്ട്. എന്താണെങ്കിലും ഹല്ലേലൂയ, നമ്മളെയൊക്കെ ഓരോ ശുശ്രൂഷ, ഓരോ വടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വടിയും ഏൽപ്പിച്ച് എടുത്ത് ഹല്ലേലൂയ. ഈ കൺസെപ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്, ഇറങ്ങുന്നതിന് മുമ്പ്, തനിക്കുള്ളവയൊക്കെയും ആമേൻ, ഹല്ലേലൂയ, പേർ ചൊല്ലി വിളിക്കുന്ന ഒരു യഹോവയാ, ഒരു യേശുവാ നമ്മുടെ. നമ്മുടെ കൂട്ടത്തിന് ആമേൻ, ഞാൻ മാത്രം രക്ഷിക്കപ്പെട്ട, ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോന്നോ? ആ ചിന്ത വിട്ടേരെ. എന്നെ ഏൽപ്പിച്ച ഓരോ വിശ്വാസികളും രക്ഷപ്പെടണം. ആത്മീയമായും ഭൗതികമായും രക്ഷപ്പെടണം. ആമേൻ. അവർ ബന്ധനത്തിൽ നിന്ന് വിടുവൽ പ്രാപിച്ചേ പറ്റൂ. എൻ്റെ കുഞ്ഞുങ്ങളോ, എൻ്റെ കുടുംബമോ, എൻ്റെ ബിസിനസ്സോ, എൻ്റെ ജോലിയോ, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഏതോ മേഖലയാണോ, അതിങ്ങനെ സാത്താൻ്റെ ആ തടവറയിൽ കിടന്നാ പോരാ. യേശുവേ, അവിടുന്ന് ഇറങ്ങി വന്ന് വിടുവിക്കണം. ഐ എം റെഡി ടു ലിസൺ യു. പരിശുദ്ധാത്മാവേ, എനിക്ക് വചനം തരണമേ. ബന്ധനത്തിൽ നിന്ന് പൊട്ടിച്ചു മാറ്റുന്ന വചനം. അതെ, എൻ്റെ ഈ പ്രശ്നമുണ്ട്, യേശു ഇതിന് സൊല്യൂഷൻ തരണം. യേശുവുമായിട്ടൊരു ബന്ധം ഒന്ന് സ്ഥാപിച്ചിട്ട് ഹല്ലേലൂയ. യേശു എൻ്റെയാ, അവനെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവനെ ശരിക്കും കേൾക്കുന്ന അവസ്ഥയൊന്ന് സ്ഥാപിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അറ്റ് ദ റൈറ്റ് മൊമെന്റ്,
റൈറ്റ് മൊമെന്റ് അവൻ നമ്മളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് നമുക്ക് മുമ്പായി നടക്കും. ഹല്ലേലൂയ. അത് നടക്കുമ്പോൾ വെറും ഒരു നടപ്പല്ല അത്. ഹല്ലേലൂയ. പുറകിൽ പുറകിൽ അവൻ സംഹാര ദൂതനെ ഇറക്കി അന്ധകാര ശക്തിയെ പരിപൂർണമായി തച്ചുടച്ച് വർഷങ്ങളായി തളച്ചിട്ട് എനിക്കൊരു അനുഗ്രഹമില്ല, സാമ്പത്തികമായി ഞാൻ ഒട്ടും അനുഗ്രഹിക്കപ്പെടുന്നില്ല, എന്തൊരു ലൈഫാ ദൈവമേ ഇത്. മറ്റുള്ളവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മേൽ എനിക്ക് ഈ രോഗം മാറുന്നേ ഇല്ല. എന്തൊരു ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും പ്രയോജനപ്പെട്ടിട്ടില്ല. ഒത്തിരി വാക്തത്വമുണ്ട്, ഒത്തിരി പ്രവചനമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ എന്താ ദൈവമേ ഇങ്ങനെ? പ്രിയ ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാവിറ്റി. സാത്താൻ എത്ര വലിയ ബന്ധനത്തിലാ തളച്ചിട്ടേക്കുന്ന. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകത്തില് കാര്യങ്ങളൊന്ന് സ്മൂത്തായി പോകാൻ വേണ്ടി ഒരു നല്ല ജോലിയും കാര്യങ്ങളും സാമ്പത്തിക അവസ്ഥയുണ്ടോ, അത് അടുത്ത തളച്ചിടുന്ന പരിപാടി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് ഓരോരുത്തരോടും എന്തെങ്കിലും ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അത് ചെയ്തെടുത്തേ പറ്റൂ. ഹല്ലേലൂയ. തടസ്സമായി നിൽക്കുന്നത് ബറബോനും ഈ മിസ്രൈമും. ഹല്ലേലൂയ. നമുക്ക് ഇറങ്ങണ്ടേ. ഹല്ലേലൂയ. അതിന് യേശുവിനെ ഒന്ന് കേട്ടു നോക്കിയേ. പുതിയൊരു ജീവിതം, പുതിയൊരു ഒരു 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 കൺസെപ്റ്റ് ഒന്ന് പെർസീവ് ചെയ്ത് നോക്കിയേ. കേവലം ഞാൻ മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച എൻ്റെ കുടുംബം, എന്നെ ഏൽപ്പിച്ച എൻ്റെ സഭ, എന്നെ ഏൽപ്പിച്ച എൻ്റെ ടീം, എന്നെ ഏൽപ്പിച്ച എൻ്റെ മിനിസ്ട്രി, എന്നെ ഏൽപ്പിച്ച എൻ്റെ ശുശ്രൂഷകര്, എന്നെ ഏൽപ്പിച്ച ഹല്ലേലൂയ എൻ്റെ ബിസിനസ്സോ, എൻ്റെ ജോലിയോ, പർട്ടിക്കുലർ ടാസ്കോ. ഇന്നു മുതൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? ഇന്നു മുതൽ രക്തം കൊണ്ടൊന്ന് കഴുകൽ പ്രാപിച്ചിട്ട് രക്തത്തിന്റെ മുദ്ര. ഹല്ലേലൂയ. ദുഷ്ടപിശാച് കയറി നരങ്ങിയതൊക്കെ എന്താണെന്നറിയാവോ? ആ രക്തം കൊണ്ടൊന്ന് കഴുകൽ പ്രാപിക്കാത്തോണ്ടാ. പക്ഷെ അത് നമുക്ക് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അത്ര ടഫായി കിടക്കുന്ന, ഒരു പ്രതീക്ഷയുമില്ലാത്ത കിടക്കുന്ന അവസ്ഥയാണെങ്കിലും ഹല്ലേലൂയ ഇന്ന് നമുക്ക് ഒരു വിടുതൽ കിട്ടും. ഹല്ലേലൂയ. ആ സർദീസിലെ സഭയുടെ പറയുന്നത് പോലെ, ഞാൻ നിന്റെ പ്രവൃത്തിയെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്ന് പറയുന്നു. നോ. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും ഓരോ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയാ വിളിച്ചത്. കഴിഞ്ഞ ആഴ്ച കാലം നമ്മൾ കണ്ടു, ഏതേൻ തോട്ടം ഏൽപ്പിച്ചിട്ട് അവിടെ വേല ചെയ്തില്ലെങ്കിൽ, അവിടെ അതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ, ആമേൻ, ഹൗവയായിട്ട് പോലും, എത്രയും പെർഫെക്റ്റ് ആയിട്ട് ആത്മീയ അവസ്ഥയിലിരിക്കുന്ന ആദാമും ഹൗവയാണെങ്കിൽ പോലും വീണു പോയതുപോലെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ കാര്യങ്ങളെ, നമ്മൾ ഏൽപ്പിച്ച മേഖലകളെ അതിൽ വേല ചെയ്യേണ്ട പോലെ വേല ചെയ്യാതെ, ആ കാഴ്ചപ്പാട് കറക്റ്റ് ആവാതെ, അതെ അത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കാതെ പോയാൽ നമ്മുടെ നിത്യജീവൻ നഷ്ടമാകുവാൻ ചാൻസ് ഉണ്ട്. പ്രിയ ദൈവമക്കളെ, അങ്ങനൊരു അവസ്ഥ ഒരു കാരണവശാലും ഇടവരാതെ വണ്ണം. ഹല്ലേലൂയ. ഇന്ന് മുതൽ ദൈവത്തിന്റെ സന്നിധി ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ആഴത്തിലൊന്ന് പ്രാർത്ഥിക്കുമോ? എല്ലാ നമ്മുടെ മേഖലകളെയും എല്ലാ ആൾക്കാരെയും വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? അനലൈസ് ചെയ്യുമോ? നമ്മുടെ ലൈഫ്, നമ്മുടെ തന്നെ ലൈഫ്, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അവരവരുടെ ലൈഫിനെ, അവരവരുടെ ഏൽപ്പിച്ച മേഖലകളെ, ഓരോ ദൈവത്തിന്റെ അസൈൻമെന്റ്സ് പ്രവചനാത്മാവായിട്ടും പ്രവാചകന്മാരിലൂടെയും പല വെളിപ്പാടുകളിലൂടെയും പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്തെടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കുമോ? ഹൃദയം തുറന്നു നോക്കുമോ? യേശു വന്ന് ഇന്ന് നിങ്ങളെ വിടുവിക്കും. ഇന്ന് മുതൽ അതിനുള്ളൊരു ചേഞ്ചായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.